सुप्रभात मेरे प्यारे बच्चे, आप कैसे हैं? सब कुछ ठीक है? एक बार फिर हमारी कक्षा में हार्दिक स्वागत है। इस दिन हम एक कहानी पढ़ता हूँ। वेलकम बैक डियर्स। टुडे वी आर गोइंग टू लर्न ए सिंपल शॉर्ट स्टोरी अबाउट टू लिटिल लैम्स। कहानी की नाम दो बकरियाँ। दो बकरियाँ, टू लिटिल लैम्स. You know, these two little lambs are very naughty. Then let's see what's happening in the last. All of you take your textbook, page number 36. सातों पाड़ दो बकरियाँ. Chapter 7, दो बकरियाँ. एक गठरिया था, उसके पास कई भेड़ों थी. दो छोटी बकरियाँ भी थी, पूरी और श्याम. बूरी और श्याम बहुत शरारती थी. वे रोज जंगल में चरने जाती, इधर उधर भगाती, कूद लगाती, दूर दूर घूमने निकल जाती. गठरिया को बहुत परेशान करती. Let's go through the lines. एक गठरिया था. One day there have a shepherd. ഒരിക്കൽ ഒരിടത്ത് ഒരു ആട്ടിടയൻ താമസിച്ചിരുന്നു. Who is shepherd? Yes, one who looks a lot of sheeps. Is it? That man is called shepherd. ആട്ടിടയൻ എന്നൊക്കെ പറയും. ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന ആളെയാണ് ആട്ടിടയൻ എന്ന് പറയുക, അഥവാ ഗഡരിയ. ഏക്ക് ഗഡരിയ ഥ, ഉസ്കെ പാസ് കയേ ബേഠോം തി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആട്ടിൻപറ്റത്തെ അദ്ദേഹം വളർത്തിയിരുന്നു. ദോ ചോട്ടി ബക്കരിയ ഭീന്തി, അതിൽ രണ്ട് കുഞ്ഞു ആട്ടിൻകുട്ടികൾ ഉണ്ടായിരുന്നു. ബക്കരിയ മീൻസ് ലാംബ്, ലാംസ് ആട്ടിൻകുട്ടികൾ. ദോ ചോട്ടി ബക്കരിയ ഭീന്തി, അതിൽ രണ്ട് കുഞ്ഞാടുകൾ ഉണ്ടായിരുന്നു. പൂരി ഓർ ശ്യാം. വാട്ട്സ് ദെയർ നെയിം? പൂരി ഓർ ശ്യാം. പൂരി എന്നും ശ്യാം എന്നും പേരുള്ള രണ്ട് കുഞ്ഞാടുകൾ ഉണ്ടായിരുന്നു. പൂരി ഓർ ശ്യാം ബഹുത്ത് ശരാർത്തി थी. ഭൂരി ഓർ ശ്യാം ബഹുത്ത് ശരാർത്തി थी. അവർ രണ്ടുപേരും ഭയങ്കര വികൃതികളായിരുന്നു. ശരാർത്തി മീൻസ് നോട്ടി. ഈ രണ്ടാട്ടുംകുട്ടികളും ഭയങ്കരമായ നോട്ടി, വികൃതികളായിരുന്നു. വേ റോസ് ജംഗിൾ മേം ചർനെ ജാത്തി. അവർ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ഇധർ ഉധർ ഭാങ്കത്തി. ഭാങ്കത്തി മീൻസ് റൺ അവേ. ഇങ്ങോട്ടും അങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. ഇധർ ഹിയർ ഉധർ ദർ. ഇങ്ങോട്ടും അങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. കുത് ലഗാത്തി. കുത് മീൻസ് ജമ്പ്. അവർ ചാടി മറിയുമായിരുന്നു. ദൂർ ദൂർ ഘൂംനെ നിക്കൽ ജാത്തി. ദൂർ ദൂർ, അവർ ഒരുപാട് ദൂരേക്ക് സഞ്ചരിക്കുമായിരുന്നു. ഗഡരിയാംകോ ബഹുത്ത് പരേശാൻ കർത്തി. ആട്ടിടയൻ ഇവരെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി. തീരെ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നാൽ ഇവർക്ക് അപകടം പറ്റുമല്ലോ എന്നോർത്ത് ആട്ടിടയന് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇവരെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, then look at the next paragraph. एक दिन गडरिये को बकरियों पर बहुत गुस्सा आया. उसने दोनों को एक ही रस्सी से बंध दिया. एक टोकरी में हरी हरी घास भरी और खुद भेड़ बकरियों के साथ जंगल चला गया. दोनों बकरियां पहले तो उदास खड़ी रही, फिर उछलने कूदने लगी. एक इधर से रस्सी खींचती, दूसरी उधर से. रस्सी खींचते खींचते वे थक गए. उन्हें भूख लगा आए. श्याम बोली, घास की टोकरी बहुत दूर है, क्या करें? Once again you look that paragraph. एक दिन गडरिये को बकरियों पर बहुत गुस्सा आया. ഒരു ദിവസം ഈ ആട്ടിൻകുട്ടികളുടെ വികൃതി കണ്ടിട്ട് നമ്മുടെ ആട്ടിടയന് വളരെയധികം ദേഷ്യം വന്നു. ബഹുത്ത് ഗുസ്സ ആയ. ഗുസ്സ മീൻസ് ആംഗ്രി. അവർക്ക് വളരെയധികം ദേഷ്യം വന്നു. ഉസ്നെ ദോനോംകോ ഏക് ഹി രസ്സി സെ ബന്ദ് ദിയ. അദ്ദേഹം എന്ത് ചെയ്തു? ദോനോംകോ, അവർ രണ്ട് പേരെയും കൂടി ഏക് ഹി രസ്സി സെ ബന്ദ് ദിയ, ഒരൊറ്റ കയറിൽ അങ്ങോട്ട് കെട്ടിയിട്ടു. രണ്ട് ആട്ടിൻകുട്ടികളെയും കൂടിയിട്ട് ഒരൊറ്റ കയറിൽ, രസ്സി മീൻസ് റോപ്പ്,
ഒരൊറ്റ കയറിൽ ബന്ദ് ദിയ കെട്ടിയിട്ടു. ഏക്ക് ടോക്കരി മേം ഹരി ഹരി ഘാസ് ഭരി ഓർ ഖൂദ് ബഡേ ബക്കരിയേം കോ സാത്ത് ജംഗൽ ചലാഗായ. എന്നിട്ട് എന്ത് ചെയ്തു? ഏക്ക് ടോക്കരി ഒരു ബാസ്ക്കറ്റിൽ അവർക്ക് വേണ്ട ഹരി ഹരി ഘാസ് പച്ചപ്പുല്ലും നിറച്ചു കൊടുത്തു. ഓർ ഗൂദ് ബേഡ് ബക്കരിയോം കെ സാത്ത് ജംഗൽ ചലാഗയ. എന്നിട്ട് അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയില്ല. പകരം ബാക്കിയുള്ള ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി. ഇവർ രണ്ടാളെയും ഒരൊറ്റ കയറിൽ കെട്ടിയിട്ടു. അവർക്ക് കഴിക്കാൻ അല്പം ഭക്ഷണവും കൊടുത്തു അല്ലേ. ഏക്ക് ടോക്കരിമേ ഹരി ഹരി ഘാസ് ഭരിയെ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് പച്ചപ്പുല്ലും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ അവിടെ കെട്ടിയിട്ട് ആട്ടിടയൻ ബാക്കിയുള്ള ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് കാട്ടിലേക്ക് പോയി. ദോനോ ബക്കരിയ പഹലെ തോ ഉദാസ് ഗഡി രഹി. പാവം രണ്ടു പേർക്കും വളരെയധികം സങ്കടമായി അല്ലേ. അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയില്ല, അവരെ കെട്ടിയിട്ടു വീട്ടിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം വിഷമമായി. ഉദാസ് ഗഡി രഹി, അവർ സങ്കടപ്പെട്ടു. ഫിർ ഉച്ചലിനെ കുതിനെ ലഗി. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ. ഉച്ചലിനെ കുതിനെ ലഗി, ഇനി എങ്ങനെ ചാടി മറിയും ഓടി മറിയും. ഏക്ക് ഇതർസെ രസ്സി ഗീഞ്ചിത്തി, ഒരാൾ ഇവിടെ നിന്നും കയർ ഇങ്ങോട്ട് വലിച്ചു. ദൂസരി ഉദർസെ, മറ്റേ ആൾ ആ കയർ അങ്ങോട്ട് വലിച്ചു. ഒരു കയറിലാണ് രണ്ടാളെയും കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? കയറു ഇങ്ങോട്ട് വലിച്ചു, മറ്റാൾ എന്ത് ചെയ്തു? അങ്ങോട്ട് വലിച്ചു. ദൂസരി ഉദർസെ, മറ്റാൾ അങ്ങോട്ടും വലിച്ചു. രസ്സി ഗീഞ്ചത്തെ വേ ധക്ക് ഗയേ. അങ്ങനെ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് അവരെന്ത് ചെയ്തു? ദേ വർ ടയേർഡ്. ധക്ക് ഗയേ മീൻസ് ദേ വർ ടയേർഡ്, അവരാകെ ക്ഷീണിച്ചു. ഉനേം ഭൂഖ് ലഗായേ, അവർക്ക് എന്ത് വന്നു? ദേർ ഹംഗ്രി, അവർക്ക് വിശപ്പ് വന്നു. ഉനെ ഭൂഖ് ലഗായി, അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നി, അവർക്ക് വിശപ്പ് വന്നു. ശ്യാം ഭോലി, അപ്പോൾ ശ്യാമ പറഞ്ഞു, ഖാസ് കി ടോക്കരി ബഹുത്ത് ദൂർ ഹേ, ക്യാ ഖരോ. ഖാസ് കി ടോക്കരി, പുല്ല് നിറച്ചിട്ടുള്ള ബാസ്ക്കറ്റ് ഒരുപാട് ദൂരെയാണ്. ഖാസ് കി ടോക്കരി ബഹുത്ത് ദൂർ ഹേ, പുല്ല് നിറച്ച ബാസ്ക്കറ്റ് ഒരുപാട് ദൂരെയാണ്. ക്യാ കരോ, വാട്ട് വിൽ ഡു, ഇനി എന്താണ് ചെയ്യുക എന്ന് ശ്യാം ഭൂരിയോട് ചോദിച്ചു. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പേര. ഭൂരി ബോലി, മേരെ സാത്ത് ഖടി ഹോ ജാओ, പഹലെ मैं अपने अगले पाव आगे करूँगी, फिर तुम करना साथ साथ आगे बढ़े. ശ്യാം ബോലി ठीक है. ആട്ടിടയൻ അവർ രണ്ടുപേരെയും ഒരു കയറിൽ കെട്ടിയിട്ട് പോയി അല്ലേ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ കുട്ടയുടെ അടുത്തെത്താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഭൂരി പറയാണ്, ഭൂരി ബോലി മേരെ സാത്ത് ഗഡി ഹോ ജാओ, ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. പഹലെ മേ അപ്പിനെ അകലെ പാവ് ആകെ കരുങ്കി, ആദ്യം ഞാൻ എന്ത് ചെയ്യും? പഹലെ ആദ്യം, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? അപ്പിനെ അകലെ പാവ് ആകെ കരുങ്കി, ഞാൻ എൻ്റെ കാലുകൾ താഴ്ത്തിത്തരാം, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാം. ഫിർ തും കർന, അതിനുശേഷം നീ ചെയ്തോളൂ. സാത്ത് സാത്ത് ആകെ ബഡെ, അങ്ങനെ നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ചെയ്യാം. ശ്യാം ബോലി ടീക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് അവർ വിചാരിച്ചു. दोनों दौड़ा दौड़ा आगे बढ़ती जाती, घास की टोकरी अब थोड़ी दूर थी. तभी श्यामा दूसरी तरफ मुँह कर चलने लगी. बोरी की रस्सी खींची. वह बोली, ऐसे नहीं श्यामा, एक तरफ मुँह कर दोनों साथ साथ चलेंगी तो आगे बढ़ पाएंगी. ദോനോം ദോടാ ദോടാ ആകെ ബഡ്ത്തി ജാത്തി ഹേ, അങ്ങനെ എന്ത് ചെയ്തു? ദോനോം അവർ രണ്ടുപേരും ദോടാ ദോട വളരെ പതുക്കെ സ്ലോലി ആകെ ബഡ്ത്തി ജാത്തി അങ്ങോട്ട് എത്തി. അങ്ങോട്ട് പറഞ്ഞാൽ ഗ്രാസ് നിറച്ചിട്ടുള്ള കുട്ട ഉണ്ടല്ലോ ടോക്കരി, അതിൻ്റെ അടുത്തേക്ക് അവർ രണ്ടുപേരും പതിയെ പതിയെ എത്തി. ഘാസ് കി ടോക്കരി അബ് തോടി ദൂർതി, പക്ഷെ എന്ത് ചെയ്യാം, ഘാസ് കി ടോക്കരി കുറച്ച് ദൂരെയായിരുന്നു, അതുകൊണ്ട് അവർ കഷ്ടപ്പെട്ടാണ് അങ്ങോട്ട് എത്തിയത്. തബി ശ്യാമ ദൂസരി തരഫ് മൂഹ് കർ ചലനെ ലഗി, അവിടെ എത്തിയിട്ട് ശ്യാമ എന്ത് ചെയ്തു? ദൂസരി തരഫ് മൂഹ് കർ ചലനെ ലഗി, തൻ്റെ കാലുകൾ വിടർത്തി വെച്ച് മൂഹ് മീൻസ് വായ താഴ്ത്തി വെച്ചു. ഭൂരിക്ക് രസ്സി ഖീഞ്ചി, എന്നിട്ട് ഭൂരിയുടെ രസ്സി അയച്ചു കൊടുത്തു. അതായത് ആ
കയറ് ലൂസാക്കി കൊടുത്തു. വഹ് ബോലി, അവർ പറഞ്ഞു, ഐസേ നഹീം ശ്യാമ, എനിക്ക് കഴിയുന്നില്ല ശ്യാമ. ഏക് തരഫ് മൂഹ് കർ ദോനോം സാത്ത് സാത്ത് ചലേങ്കി തോ ആകെ ബഡ് പായേങ്കി. ഒരു പല വിധേനയും ഏക് തരഫ് മൂഹ് കർ ദോനോം സാത്ത് സാത്ത് ചലേങ്കി, പല വിധേനയും രണ്ടാളും അവരുടെ വായൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യൂ, അത് കഴിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആകെ ബഡ് പായേങ്കി, പക്ഷെ എന്ത് ചെയ്യില്ല, അവരുടെ പരിശ്രമം വിജയം കണ്ടില്ല. Then look at the next page, number 37. श्यामा सीधी हो गए, दोनों फिर टोकरी की ओर बढ़ी. टोकरी पास आ गए, दोनों ने एक साथ टोकरी में मुंह डाला. मज़े से दोनों घास खाने लगी. ശ്യാം സീതി ഹോ ഗയേ, ശ്യാം എന്ത് ചെയ്തു, അതിൻ്റെ അടുത്തെത്താറായി. ദോനോ ഫിർ ടോക്കരിക്ക് ഓർ ബഡി, അവർ ആ ബാസ്ക്കറ്റ് നിറച്ചുള്ളത് തൊട്ടടുത്ത് തന്നെ കണ്ടു. ടോക്കരി പാസ് ആ ഗയി, അതിൻ്റെ അടുത്തെത്തി. പാസ് മീൻസ് നിയർ. ദേ റീച്ചഡ് നിയർ ദ ബാസ്ക്കറ്റ്. ദോനോംനെ ഏക് സാത്ത് ടോക്കരി മേ മൂഹ് ഡാല, രണ്ട് പേരും കൂടി അവരുടെ വായ ആ ടോക്കരിയിലേക്ക് ഇട്ടു. മസേസോ ദോനോ ഘാസ് ഖാനെ ലഗി, ഇങ്ങനെയൊക്കെ പാടെ അവർ കഷ്ടപ്പെട്ടിട്ട് അല്പം പുല്ല് കഴിച്ചു. ഘാസ് മീൻസ് ഗ്രാസ്. അവർ കുറച്ച് ഗ്രാസ് കഴിച്ചു. ദേ വർ ഈറ്റിംഗ് എ ലിറ്റിൽ ഗ്രാസ്. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. शाम को गडरिया आया, उसने दोनों बकरियों को खेला. दोनों अपने पिछले पावों पर गड़ी हो गए. അങ്ങനെ അറ്റ് ദ ഈവനിങ്, ഷാം മീൻസ് ഈവനിങ്. അറ്റ് ദ ഈവനിങ് ദ ഷെപ്പേർഡ് ഈസ് റിട്ടേൺഡ്. ഷാം കോ ഗഡരിയ ആയ, വൈകുന്നേരമായപ്പോൾ ആട്ടിടയൻ തിരിച്ചു വന്നു. ഉസ്നെ ദോനോ ബക്കരിയാം കോ ഖേല, അവർ രണ്ടുപേരും ഇങ്ങനെ കയറിൽ കെട്ടിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ദോനോ അപ്പിനെ പിച്ചലെ പാവോം പർ ഖടി ഹോ ഗയേ, അവർ രണ്ടുപേരും അവരുടെ കാലുകൾ കൊണ്ട് തുള്ളിച്ചാടി. ആട്ടിടയനെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഗഡി ഹോ ഗയേ, അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോനോ ബോലി മേ 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 ഹം ആപ്കെ സാത്ത് ജംഗൽ ജായേങ്കി, അവർ രണ്ടുപേരും കൂടി പറഞ്ഞെന്ത്, മേ 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 ഹം ആപ്കോ സാത്ത് ജംഗൽ ജായേങ്കി, ഞങ്ങളും നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക് വരുന്നു, നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക് ഞങ്ങളും വരുന്നു എന്ന് ആര് പറഞ്ഞു, രണ്ട് വികൃതിയായ കുസൃതികളായ ആട്ടിൻകുട്ടികൾ പറഞ്ഞു. ഗഡരിയാൻ പോല്. അപ്പോൾ ഷെപ്പേർഡ് എന്ത് മറുപടി പറഞ്ഞു, ശരാറത്തോ നഹീം കരേങ്കി, ഇനി വികൃതി കാണിക്കരുത്. ദോനോംനെ സിർഹിലായ, അങ്ങനെയെങ്കിൽ രണ്ടാളുടെയും തലയുണ്ടാവില്ല. അപ്പോൾ ആട്ടിടയൻ അവരെ സ്നേഹത്തോടെ ശാസിക്കുകയാണ്, വികൃതി കാണിക്കരുത്, വികൃതി കാണിച്ചാൽ തലയുണ്ടാവില്ല മീൻസ് അവരോട് നല്ല രീതിയിൽ പെരുമാറാനാണ് അദ്ദേഹം പറയുന്നത്. വികൃതി കാണിക്കുകയും മറ്റും ചെയ്താൽ അപകടം വരുമെന്നും അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ശിക്ഷകൾ അവർക്ക് പാഠമാകുമെന്നും ആ ആട്ടിടയൻ കരുതി. ഓക്കെ, ദിസ് ഈസ് ദ സ്മോൾ സ്റ്റോറി ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. बच्चों, इस कहानी तुम पसंद आए ना? अच्छा, आज ही कक्षा हम समाप्त करने. धन्यवाद, शुक्रिया.